വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 11 പേരെ നഷ്ടപ്പെട്ട നൗഫൽ ഇന്ന് വിധിയെ തോൽപ്പിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നന്മയുള്ള കുറേ മനുഷ്യരുടെ സഹായത്തോടു കൂടി അദ്ദേഹം മേപ്പാടിയിൽ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിന് ഇട്ടേക്കുന്ന പേര് ജൂലൈ 30 എന്നാണ്. കാരണം ജൂലൈ 30 ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നഷ്ടമായത്. എന്നാൽ നല്ലവരായ കുറേ മനുഷ്യർ ഇന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടമായി തേങ്ങിക്കരഞ്ഞ നൗഫലിനെ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. മാതാപിതാക്കളും ഭാര്യയും മക്കളുമടക്കം ഒരു കുടുംബത്തിലെ 11 പേരെയാണ് നൗഫലിന് ആ ഉരുൾപൊട്ടലിൽ നഷ്ടമായത്. നൗഫൽ ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മേപ്പാടിയിൽ അദ്ദേഹം ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഒരു ബേക്കറി തുടങ്ങണമെന്നുള്ളതായിരുന്നു നൗഫലിൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഉരുൾപൊട്ടലിൻ്റെ 3 മാസം മുമ്പ് അദ്ദേഹം ഗൾഫിൽ ജോലിക്ക് പോയത്. എന്നാൽ താൻ കട തുടങ്ങിയപ്പോൾ അത് കാണാൻ വീട്ടുകാരില്ലാത്തതിൻ്റെ വേദനയും പങ്കുവയ്ക്കുകയാണ് നൗഫൽ. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടിവിയിൽ വന്നൊരു വാർത്ത നമുക്ക് നോക്കാം. കട തുടങ്ങി നമ്മൾ അന്നെപ്പോഴോ കണ്ടതൊക്കെ സമയത്ത് എങ്ങനെ അതിജീവിക്കും എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്ന കുറേ ദിവസങ്ങളുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും കട തുടങ്ങി, അതിന് പേര് ജൂലൈ 30 ഇട്ടു. ആ കടയിൽ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇത് നമ്മൾ പ്രേക്ഷകർക്ക് കൂടി അറിയിക്കുകയാണ്. നൗഫൽ, കട തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് നൗഫലിന്? ഇപ്പോൾ ഇതൊന്നും പറ്റില്ല എന്ന് ആദ്യം തോന്നിയിരുന്നത് ഇപ്പോൾ മാറിയില്ലേ? ഇപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങിയില്ലേ? ഇപ്പോൾ കുറേ ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ കുറേ ബിസി ആയിപ്പോയി കാര്യങ്ങൾ. നമ്മളെ പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല, പിന്നെ തോന്നുന്നില്ല. അപ്പോൾ ഈ ബിസി ആയപ്പോൾ ഒരു എന്താ പറയുക, മനസ്സൊരു ഫ്രഷായി വന്ന പോലെ തോന്നുന്നുണ്ട്. മറ്റേതിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി ബിസി ആയ പോലെ ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട്. നൗഫൽ ദുബായിൽ പോയിരുന്നു ഇടയ്ക്ക്? ഇല്ല, പോയിട്ടില്ല. ഞാനത് കഴിഞ്ഞതിന് ശേഷം പോയിട്ടില്ല. ദുബായിലായിരുന്നു നൗഫൽ അല്ലേ? ഡേറ്റ് തീരാനായി, അടുത്ത മാസം തീരും. ദുബായിലല്ല, ഒമാനിലെ. ഒമാനിൽ എത്ര വർഷമായിട്ട് ഒമാനിലുണ്ടായിരുന്നു? ഒമാനിലായിരുന്നു 8 വർഷം. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒമാനിലായിരുന്നു അല്ലേ നൗഫൽ? അതെ, സംഭവം നടക്കുമ്പോൾ ഒമാനിലായിരുന്നു. എനിക്കൊന്ന് തിരിച്ചു വന്ന് കണ്ടപ്പോൾ ഹൃദയം പിടഞ്ഞുപോയ കാഴ്ചയാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നൗഫലിനെ സഹായിക്കാൻ ഇപ്പോൾ ആരാ ഉള്ളത്? നൗഫലിന് സഹായിക്കാൻ എൻ്റെ കൂട്ടുകാരുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞങ്ങൾ എല്ലാവരും മുണ്ടക്കൈക്കാർ തന്നെയാണ്. മുണ്ടക്കൈത്തെ കൂട്ടുകാരുണ്ട്. അവർക്കും ഇതേപോലെ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെയാണ്. വീടായിട്ടും താമസയോഗ്യമല്ലാത്തതൊക്കെ ആയിട്ടുള്ളതാണ്. എല്ലാവരും ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഒഴിവിനനുസരിച്ചിട്ട് എല്ലാവരും വരും, എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഒമാനിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ നൗഫൽ? തിരിച്ചു പോകണം എന്തായാലും. ഒരു കുറച്ച് ദിവസത്തിനായിട്ട് പോകണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് വരണം എന്നുണ്ട്. അപ്പോൾ അടുത്ത മാസമായിട്ട് ഒന്ന് പോകണം എന്നുണ്ട്. അതായത് നൗഫലിന്റെ ഈ പുതിയ കടയിൽ മുണ്ടക്കൈയിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പണിയെടുക്കുന്നതും സഹകരിക്കുന്നതും അല്ലേ? അതെ. മുണ്ടക്കൈത്തെ ആൾക്കാർ, ആ ഭാഗത്തുള്ള ആൾക്കാരാണ് കൂടുതലും വന്ന് സഹകരിക്കുന്നതും പണിയെടുക്കുന്നവർക്ക്. അവർക്ക് ഒരു സഹായവും കൈത്താങ്ങുമായി അല്ലേ നൗഫൽ? അതെ. അതാണ് എൻ്റെ ഉദ്ദേശം. അതായിരുന്നു അവിടെ എല്ലാ ആൾക്കാരും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ ഹോട്ടൽ ഫീൽഡായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ജോലി അത് മുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഉപകാരമാകും എന്ന് കരുതി. അതെ, പേര് ജൂലൈ 30 ഇടാൻ എന്താ കാര്യം? ഈ തീയതി ഇവിടുത്തെ അത് ശരിക്കും നമ്മളെല്ലാം ഭയക്കുന്ന ഒരു തീയതിയായി മാറി ജൂലൈ 30. പക്ഷെ ആ തീയതി തന്നെ ഇടണം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് നൗഫൽ? അതെ. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ KNM മുജാഹിദ് സംഘടനയാണ് എനിക്ക് ഇത് എടുത്തു തന്നിട്ടുള്ളത്. അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്, നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞൊരു ഒന്നും ചിന്തിക്കാതെ പറഞ്ഞൊരു കാര്യമാണ് ഈ ബേക്കറി റെസ്റ്റോറൻറ്റ് എന്നുള്ളത്.
അത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് തന്നെ. എനിക്ക് ഇത് ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഈ കാര്യത്തിൽ. ഞാൻ അവർ പറയുമ്പോൾ അവരോട് പറയും അത് വേണ്ട, നമുക്ക് അങ്ങനെയൊന്നും വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാണ്, അത് പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ എന്നും നടക്കണം, അങ്ങനെ എന്താ പറയുക ഒരു ഒഴിവുണ്ടാവില്ല, അങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയും എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഗൾഫ് ഇതൊക്കെ നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ബേക്കറി, അവൾ കേക്ക് ഉണ്ടാക്കുമായിരുന്നു, നല്ല കേക്കൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കേക്ക് ഉണ്ടാക്കി തരാം, ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി തരാം, ഭാര്യയാണ് കേട്ടോ, ഉണ്ടാക്കി തരാം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തതാണിത്. ഇങ്ങനെ നിർത്തി വന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു ബേക്കറിയും കാര്യങ്ങളൊക്കെ ആക്കാം എന്നുള്ള ഒരിതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞത് എനിക്കൊരു ബേക്കറി വേണമെന്നാണ്. അപ്പോൾ അവർക്ക് എനിക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അവർ ചെയ്തു തന്നു. ബേക്കറി ഓപ്പൺ ആക്കി. ഓപ്പണിംഗ് അല്ല, ഒരു കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും കേക്ക് ഞാൻ കടയിൽ ഞാൻ കൊണ്ടുതരാം, കേക്ക് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കും, എന്നിട്ട് കൊണ്ടുതരാം, നല്ല ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഞങ്ങളതായിട്ടുള്ള ആ ഒരു ലോകത്തിൽ എന്ന് സംസാരിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാം ഒന്ന് സെറ്റാകണം. ഇപ്പോൾ നമ്മളിപ്പോൾ അറിയുന്ന ആൾക്കാർ ഇതിൻ്റെ വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇവരൊന്നും അധികം ഇതിലേക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. എന്നാലും ചായയും പിന്നെ അങ്ങനത്തെ ബിരിയാണി കാര്യങ്ങളൊക്കെ ബീഫ് പഴംപൊരി ഉണ്ട്. ബീഫും പഴംപൊരി നല്ല കോമ്പിയാണ്. ബീഫ് ഫ്രൈയും പഴംപൊരിയും, പിന്നെ ബിരിയാണി ഉണ്ട്, 2 ഐറ്റം ബിരിയാണി ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ ഉണ്ട്. ഈ മന്തി ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഇവിടെ റോഡ് പണി നടക്കുകയാണ്. റോഡ് പണി ചുരൽമല റോഡ്. ഇല്ല, ഞാൻ വേഗം വരും. ഞാൻ എൻ്റെ വിസ ഇതാകും, എൻ്റെ 6 മാസം കഴിയാൻ പോവാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. എന്നാൽ എനിക്കൊരു 6 മാസം കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കാൻ വിചാരിച്ചിട്ടാണ്. ഓക്കെ, നിങ്ങൾ മേപ്പാടിയിൽ അല്പം തിരക്കൊക്കെ ഉണ്ട്. ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഈ ഹോട്ടലിൽ വന്നു കഴിയുമ്പോൾ പഴയതൊക്കെ മറക്കാനുള്ളൊരു അവസരം കൂടിയല്ലേ നോക്ക്? അതെ, കുറേ ആളുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ആൾക്കാർ വന്നിട്ട് ഒരുപാട് പേര് ഇനിയും വരും. കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളായിരുന്നല്ലോ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നത്. നിങ്ങൾ ഗൾഫിൽ നിന്ന് വാ, ഇവിടെ ഒരു കടയിട്, കേക്ക് ഉണ്ടാക്കി ഞാൻ തരാം, നിങ്ങൾ കടയിൽ കൊണ്ടുപോയി വിൽക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു കാലം, അവരൊക്കെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളാണ് തകർന്നു പോയത് വളരെ പെട്ടെന്ന്. അതിനെ നമുക്ക് മറികടന്നേ പറ്റൂ. അതല്ലേ നമ്മുടെ മുന്നിലുള്ള വഴി. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ അല്ലേ റോഫ്? ഇല്ല. നൗഫൽ ഇതല്ലാതെ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡ് വലിയ പരിചയമൊന്നും ആദ്യമേ ഉണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലേ? ഒമാനിൽ റെസ്റ്റോറൻറ്റ് ഫീൽഡിലല്ലല്ലോ നൗഫൽ? കാറ്ററിംഗ് ആയിരുന്നു അവിടെ. അതായത് ഒമാനി ഫുഡാണ്, അവിടുത്തെ ഫുഡാണ്. അവിടുത്തെ കല്യാണം, ഫങ്ഷൻ, മറ്റേ മരിച്ച പരിപാടി, അങ്ങനത്തെ ഇതിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലായിരുന്നു പരിപാടി. ഈ ഇവിടുത്തെ ഫുഡുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. നാടായിട്ടൊരു ബന്ധമില്ല. ഇല്ല, അതൊക്കെ പഠിക്കണം. ഇനിയൊക്കെ പഠിക്കുന്ന തോന്നണേ. ഇത് പഠിക്കേണ്ടി വരും. പൊറോട്ട ഇല്ലാതെ കേരളത്തിലെ ഹോട്ടൽ പൂർണ്ണമാവില്ലല്ലോ. ഇല്ല. അപ്പോൾ നൗഫൽ, ഒരു ദിവസം നൗഫലിൻ്റെ കടയിലേക്ക് ഞങ്ങളും വരുന്നുണ്ട്. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ നൗഫലിൻ്റെ കടയിലേക്ക് ക്ഷണിക്കുകയാണ്. ജൂലൈ 30 എന്ന് പേരിട്ടിരിക്കുന്ന മേപ്പാടിയിൽ എവിടെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് നൗഫൽ? മേപ്പാടി ടൗണിൽ തന്നെയാണോ അതോ? മേപ്പാടി അതെ, ടൗണിൽ തന്നെ, തൊള്ളായിരംകണ്ടിയിലേക്കുള്ള റോട്ടിൽ. മേപ്പാടി ടൗണിൽ തൊള്ളായിരംകണ്ടി റോഡിൽ. ഓക്കെ, അപ്പോൾ ശരി നൗഫൽ. അപ്പോൾ ഒരിക്കൽ നമുക്ക് കാണാം നേരിട്ട്. നല്ല ഭക്ഷണ വിഭവങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കട്ടെ. ഒമാനിൽ പോയി പെട്ടെന്ന് തിരിച്ചു വരിക, ആ കടയൊക്കെ നന്നായി നടത്തുക, ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുക. നൗഫൽ അതിജീവിച്ചതുപോലെ നമുക്ക് അതിജീവിക്കും. എനിക്കൊന്ന് നൗഫൽ നമ്മുടെ മുന്നിൽ ഒരു വലിയ പാഠമാണ്.